ഇസ്രായേലിലെ ഈ ദോഹ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റ് സെക്യൂരിറ്റി കമ്മിറ്റി, അതോടൊപ്പം തന്നെ മൊസാദ്, ഷിൻബെറ്റ്, അമൻ, ഇവർക്കിടയിലൊക്കെ ഉണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകൾ അല്ലെന്നുണ്ടെങ്കിൽ ചില ചർച്ചകൾ, ഇതിനെ സംബന്ധിച്ച് വാഷിങ്ടൺ പോസ്റ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഒരു ലേഖനം എഴുതുകയുണ്ടായി. അതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഔദ്യോഗികമായിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള കൺഫർമേഷൻ ആയിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും ഇനിയും ഔദ്യോഗികമായിട്ട് നിരാകരിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ ഖത്തറിൽ അല്ലെന്നുണ്ടെങ്കിൽ ദോഹയിൽ നടത്താനിരുന്ന ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് മൊസാദിന്റെ ചിന്താ പദ്ധതിയിൽ അല്ലെങ്കിൽ ആസൂത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു. ആ വിഷയം അവര് ഈ ഒക്ടോബർ 7 ശേഷം അവരെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ നെഗോസിയേഷൻ ഈ ഹോസ്റ്റേജ് നെഗോസിയേഷൻ, ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിനകത്ത് മൊസാദിന്റെ തലവനായിട്ടുള്ള റോണൻബാർ പോലെയുള്ള ആളുകൾ പോകുന്നുണ്ട്, ഡിപ്ലോമാറ്റുകളുടെ കൂടെ പോകുന്നുണ്ട്. അപ്പം മാത്രമല്ല, ഈ മൊസാദിന് നയതന്ത്രപരമായി അല്ലെന്നുണ്ടെങ്കിൽ ചില ഇന്ററാക്ഷണലായിട്ട് അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷണലായിട്ട് ഖത്തറുമായിട്ടും ദോഹയുമായിട്ടും ഒക്കെ ഒരു ബന്ധമുണ്ട്. അത് പലപ്പോഴും ഈ ഹോസ്റ്റേജ് റിലീസിങ്ങിനൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മൊസാദ് ചോദിച്ചു, എന്തിനിപ്പ ചെയ്യണം, പിന്നെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രൗണ്ട് ഓപ്പറേഷൻ ആണ് അവർ ഉദ്ദേശിച്ചത്. ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പലതരം ഗ്രൗണ്ട് ഓപ്പറേഷനുകളുണ്ട്. ഞാനത് വിശദമായി സ്ലൈഡ് വെച്ച് തന്നെ പറയാതെ, കാരണം ഈ മൊസാദ് ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ മൊസാദ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, മസിൽ പവർ, ഇന്റലിജൻസ്, ഈ രണ്ടും കാര്യം കൂടെ വേണമല്ലോ. മസിൽ പവർ ഇൻ ദ സെൻസ് ദാറ്റ് ആയുധങ്ങളായാലും സൈനികരാണെങ്കിലും കമാൻഡോകളാണെങ്കിലും, അതോടൊപ്പം ഇന്റലിജൻസ്, പിന്നെ അതുപോലെ തന്നെ ഫയർ പവർ, എയർ പവർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തെങ്കിൽ ഒരു 2000 കിലോമീറ്റർ അപ്പുറത്ത് ഇതേപോലുള്ള ഓപ്പറേഷൻ നടത്താൻ പറ്റും. ആക്ച്വലി മൊസാദിന് മാത്രമായിട്ട് നടത്താവുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നില്ല അത്. മൊസാദിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാവും. പക്ഷെ മൊസാദ് റെഫ്യൂസ് ടു ഡു എന്നാണ് പത്രത്തിൽ വാഷിങ്ടൺ പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് മൊസാദ് സമ്മതിച്ചില്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനൊന്നും ഒരു തെളിവില്ല. ഒരുപക്ഷെ മൊസാദ് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ഇസ്രയേലില് ഈ ഇന്റലിജൻസ് ഏജൻസികൾ തമ്മിലും ഇന്റലിജൻസ് ഏജൻസികളും ഗവൺമെന്റുമായിട്ടൊക്കെ നടക്കുന്ന ചർച്ചകൾ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇതിന്റെ അറ്റവും മുറിയൊക്കെ പുറത്തേക്ക് വരികയും ഗവൺമെന്റുകൾ അത് നിഷേധിക്കാൻ പോകാറുമില്ല. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കഥകളായിട്ടും പുസ്തകങ്ങളായിട്ടും സിനിമകളായിട്ടും ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് അവിടെ നിലനിൽക്കുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ചിന്തിക്കാനും കോൺസ്പിറസി തിയറി നെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ഫലമാണ്. ഇതിനകത്ത് കുറെ സത്യങ്ങളും ഉണ്ടാവും, കുറെയൊക്കെ അതിശയോക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും.